ജോസഫ് വാഴയ്ക്കൻ, ഈ 2 ദിവസമായി ഉമ്മൻചാണ്ടിക്ക് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു യാത്ര ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തത വരുത്തേണ്ടി വരുന്നത് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന കാര്യമാണ്. എന്നിട്ടും നേതാക്കന്മാർ ഒന്നൊഴിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മത്സരിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നിപ്പോൾ സുധീരൻ പോലും അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം പേർ ഒന്നിച്ച് ഇദ്ദേഹം ഡൽഹിയിലേക്ക് പോയേ തീരൂ എന്ന രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അത് ശരിയായൊരു കാര്യമല്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് 8 സീറ്റ് സിറ്റിംഗ് ഉണ്ട്. അതിലിപ്പോൾ ഒരാൾ മരിച്ചുപോയി, ബാക്കി 7 സീറ്റുണ്ട്. ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ സീറ്റുകളെല്ലാം ഓപ്പണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്രദേശത്തും പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കും ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരാൾ അവർക്ക് സ്ഥാനാർത്ഥിയായി കിട്ടണമെന്ന് അവരാഗ്രഹിക്കും. അതുകൊണ്ടാണ് ഇതൊരു സ്വാഭാവിക ചർച്ചയായിട്ട് വന്നത്. കാരണം അദ്ദേഹം 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് MP ആയാൽ ആഗ്രഹമുണ്ടാകുമെന്നുള്ള അണികളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അണികളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഈ സീറ്റ് ഉമ്മൻചാണ്ടി ആണെങ്കിൽ നന്നായിരിക്കുമെന്നുള്ള അവരുടെ ഒരു അഭിപ്രായം. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ 2 തവണ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ പാർട്ടിയുടെ ചില ചുമതലകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഉമ്മൻചാണ്ടി എന്താണെന്ന് നന്നായി കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി കേരളം എന്ന സ്ഥലത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നാണ് എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള ആദ്യ ബോധ്യം. അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ MP ആയി കാണാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ അണികൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു തിരക്കഥയുടെ സ്വഭാവമാണ് ശ്രീ വാഴയ്ക്കൻ. അണികളല്ല, അതൊക്കെ പാർട്ടിയുടെ ഓരോ സ്ഥലത്തും. ഇപ്പോൾ ഇടുക്കി, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയായി ഉൾപ്പെട്ടതാണ് ഇടുക്കി നിയോജകമണ്ഡലം, അതല്ലെങ്കിൽ കോട്ടയം നിയോജകമണ്ഡലം. ഇപ്പോൾ അവിടെ എല്ലാവരും ഇപ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്നത് പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ കിട്ടുക, അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അനുസരിച്ച് ഉമ്മൻചാണ്ടി നിൽക്കുമെങ്കിൽ കൊള്ളാം. അങ്ങനെ അവരങ്ങനെ പറഞ്ഞു വന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ പാർട്ടിക്കകത്ത് ഒരു സ്ഥലത്തിൽ അങ്ങനെ ഒരു സീരിയസ് ചർച്ച വന്നിട്ടില്ല. മാത്രമല്ല ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരാൾ നിൽക്കണം എന്നുള്ളത് 2 പേരാണ് തീരുമാനിക്കേണ്ടത്. ഒന്ന് പാർട്ടി ഹൈക്കമാൻഡ്, 2 ഉമ്മൻചാണ്ടി. ഈ 2 ആളുകളുടെ ആഗ്രഹം അനുസരിച്ച് മാത്രമേ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതും അവസാന നിമിഷമേ അക്കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ. ഒരു കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണ നിർബന്ധമുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നും പരമാവധി സീറ്റുകൾ, ആരൊക്കെ സ്ഥാനാർത്ഥി നിർത്തിയാണെങ്കിലും പരമാവധി സീറ്റുകൾ, അതിനകത്ത് ഗ്രൂപ്പില്ല, മറ്റൊരു പരിഗണനയുമില്ല, വിജയസാധ്യത മാത്രം. അങ്ങനെ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ കിട്ടാവുന്ന എല്ലാ സീറ്റുകളും എങ്ങനെയും വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ വേദികളിൽ. ആ കാര്യത്തിൽ ഉമ്മൻചാണ്ടി, അപ്പോൾ അതായത് പറഞ്ഞു, ഓരോ സ്ഥലത്തും പ്രവർത്തകർ പറയും ഉമ്മൻചാണ്ടി വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന ആൾ വന്നാൽ കൊള്ളാം എന്ന് അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും തീരുമാനിക്കണം, അതുപോലെ പാർട്ടി ഹൈക്കമാൻഡ്. ഈ 2 കൂട്ടർ തീരുമാനിക്കുന്നതനുസരിച്ചാണ്. അവർ 2 പേരും തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പദ്ധതികൾ കാണും. ശരി, അതല്ലാതെ അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് മറ്റു കാര്യം നമുക്ക് പറയാനില്ല ഇപ്പോൾ. ശരി.